ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സാമ്പാർ പരിപ്പില്ലാതെ ഒരു സ്പൂൺ റവ കൊണ്ട് നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയാലോ. പരിപ്പ് ഉപയോഗിക്കാത്തവർക്ക് ഈ ഒരു ഐഡിയ വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ ഇവിടെ അമരിക്കയും ചെറിയ ഉള്ളിയും കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് കുക്കറിലല്ല കേട്ടോ സാമ്പാർ വയ്ക്കുന്നത്. എൻ്റെ കുക്കർ കേടായിപ്പോൾ വിസിൽ വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അമരിക്കയും ചെറിയ ഉള്ളിയും സ്റ്റൗവിൽ വെച്ച് കൊടുത്തു. അത് തിളച്ച് വെന്ത് വന്നപ്പോൾ ബാക്കി കഷ്ണങ്ങളും ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് അത് വേകാനായിട്ട് വെക്കാം. അത് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഉപ്പും പുളിവെള്ളവും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുളിവെള്ളവും ചേർത്ത് കൊടുത്തു, ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇത് വേകാനായിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ആ സമയത്തിന് നമുക്ക് വെണ്ടയ്ക്കയും ടൊമാറ്റോയും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. വെണ്ടയ്ക്കയും ടൊമാറ്റോയും വഴറ്റിയിടുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ ഇതിൽ കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പരിപ്പിന് പകരം ചെയ്യുന്നത് ഒരു സ്പൂൺ എന്ന് പറയുമ്പോൾ 2 ടീസ്പൂൺ റവയാണ് എടുത്തിട്ടുള്ളത്. അത് 1/4 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ലൂസായിട്ടൊന്ന് കാച്ചി എടുത്തിട്ട് ഈ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെണ്ടയ്ക്കയും ടൊമാറ്റോയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. സാമ്പാറെല്ലാം സെറ്റായി വരുന്ന ലാസ്റ്റ് സമയത്ത് നമുക്കിതിലേക്ക് 2 നുള്ളി ശർക്കര ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് ബാലൻസായി വരാനാണ്. അതിനുശേഷം ലാസ്റ്റിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് സാമ്പാർ അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം ചെറിയ ഉള്ളി ഒരു 5-6 ചെറിയ ഉള്ളി വലുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. മൂപ്പിച്ച് കൊടുക്കാം. ആദ്യം കടുകിട്ട് കൊടുത്തു കേട്ടോ, അത് പറയാൻ മറന്നുപോയി. കടുക് പൊട്ടിയതിന് ശേഷമാണ് ഉള്ളി ഇട്ട് കൊടുത്തത്. അതിനുശേഷം കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാമ്പാറൊക്കെ റെഡിയായി. ഇനി അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊക്കെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലിരിക്കുന്ന ദോശ കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ സാമ്പാറും കൂട്ടി ദോശ കഴിക്കുക. സാമ്പാർ കണ്ടില്ലേ, നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ് ഉണ്ടല്ലേ സാമ്പാറിന്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എടുത്തപ്പോഴത്തേക്ക് കുറച്ചും കൂടെ തിക്കായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.